ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് OTT കസറും. ഇത് പറയുമ്പോഴേ കമന്റ് പലരും മമ്മൂട്ടി OTT സ്റ്റാറാണ്. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നേ. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് കണ്ടിട്ട് ഞാൻ നല്ല അഭിപ്രായമാണ്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ബബ്ബ എനിക്ക് കണ്ടതിന് ശേഷം നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കോമാളിന്നോ കാട്ടാവരാതെന്നോ ഒക്കെ പറഞ്ഞത് ഞാനല്ല. ഞാൻ ഇപ്പോഴും അതിനകത്ത് ഓർത്തിട്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു എല്ലാവരുടെയും കൂടെ തിയേറ്റർ കണ്ടപ്പോൾ എനിക്ക് ഓളം ഉണ്ടാക്കിയൊരു സിനിമയായിട്ട് എനിക്ക് ബബ്ബ തോന്നിയത്. അതുപോലെ തന്നെ ഡൊമിനിക്ക് ഒരു ബോറും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന പടമാണ്. ഈ സിനിമയ്ക്ക് എന്താണ് തിയേറ്ററിൽ സംഭവിച്ചത്? തിയേറ്ററിൽ പരാജയമാണെങ്കിൽ എന്താണ് തിയേറ്ററിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. മമ്മൂട്ടി കമ്പനിയുടെ ആ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് മമ്മൂട്ടി കമ്പനിയിലെ കുറച്ച് മമ്മൂട്ടി ഫാൻസുകാർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിൽ പ്രൊമോഷൻ ഇല്ല, നാണക്കേടായ പ്രൊമോഷൻ. കാരണം ഗൗതമേനോൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വളരെ വിഷമിച്ചു പറഞ്ഞു. അതൊരു ഹോട്ടലിൽ ചെന്നിരുന്നപ്പോൾ അവിടെ ഇത് പടമൊക്കെ റിലീസ് ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ വെയിറ്ററോ അങ്ങാണ്ട് ചോദിച്ചതുപോലെ സാറിൻ്റെ മമ്മൂട്ടി ചിത്രം എന്നാ റിലീസ് ചെയ്യുന്നത്. അത്രയ്ക്ക് ശോകമുഖമായ റിലീസായിരുന്നു. നല്ല പോലെ പബ്ലിസിറ്റി കൊടുത്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയേനെ. കാരണം അത് നല്ല ഒരു വട്ടം നമ്മൾ അപാര ഒന്നുമില്ല. മമ്മൂട്ടി നൈസായിട്ട് ചെയ്തു. മമ്മൂട്ടിയുടെ കോമഡികളൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. ഗോകുൽ സുരേഷ് ഗോപി മോശമൊന്നുമല്ല, എന്നാലും ഓക്കേഷ് പടം. 1 ടൈം വാച്ചബിൾ ആണ് എപ്പോഴും ആ സിനിമ ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നു. OTT ഇപ്പം നമ്മൾ കാണുമ്പോഴും അങ്ങനെ തോന്നി. പക്ഷെ അന്ന് ഇതുപോലെ എല്ലാവരും ഇപ്പൊ OTT ഇറങ്ങിയപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു OTT കസർ, ഇതിന്റെ സീക്വൽ വേണം, അതിന്റെ അടുത്ത പാർട്ട് വേണം, മമ്മൂട്ടി വെച്ച് അടുത്ത പാർട്ട് വേണം, അതിന്റെ ക്യാരക്ടർ മാത്രം എടുത്ത് ചെയ്യണം, നല്ല രസമുണ്ട് സിനിമ. പക്ഷെ അന്ന് ഒരുപാട് പേരും കാണാത്തവരും, നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, കാണാത്തവരും കയറി മോശം അഭിപ്രായങ്ങൾ പറയും. അത് വളരെ മോശമായി. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും എപ്പോഴും സിനിമയ്ക്ക് ഗുണവും ദോഷമാകുന്നത്. എപ്പോഴും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും, അന്നേരം അതിനൊരു ഗുണകരമാകും. എന്തായാലും OTTയിൽ ഇപ്പോൾ എന്തായാലും കസറിക്കൊണ്ടിരിക്കുകയാണ് ഡൊമിനിക്ക്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടം ഡൊമിനിക്ക് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും മോശമാകത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടി.